ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഹൈവേ ടണലായ ശ്യാമപ്രസാദ് മുഖർജി റോഡ് ടണലിലൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ ബുള്ളറ്റ് ഓടിച്ച് വന്നത്. ഓഹ്, വല്ലാത്തൊരു ഫീലാട്ടോ. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിന് സംഭവം നോക്കട്ടെ. സത്യം പറഞ്ഞ കിളി പോയി. പാകിസ്ഥാൻ തകർത്തു എന്ന് അവകാശപ്പെടുന്ന ഉധംപൂർ എയർബേസിലേക്കുള്ള ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നത് കാഴ്ചയായിട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇതിനോട് തൊട്ട് ചേർന്നാണ് ഉധംപൂർ എയർ സ്പേസ്. നമുക്ക് അവിടേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. പട്ടാളക്കാരൊക്കെ നല്ല ഉഷാറായിട്ട് അവരുടെ കോൺവോയിൽ വന്നിട്ട് അവർ ഡ്യൂട്ടി എക്സ്ചേഞ്ച് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. നമ്മളെ കാശ്മീർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാശ്മീർ നമ്മുടെ ഒരു മുതൽ CRPF ഒരു മുതലെടുക്കണ എന്നാ ഒരു പ്രൗഢിയാന്ന് നോക്കിയവനെ. ശ്രീനാഥ് ബാസി. ശ്രീനാഥ് ബാസിയുടെ ഫ്രണ്ട് കേട്ടോ ആള്. आपका नाम क्या है? शारिक. केरला से आओ. हम भी आएंगे, इस साल जाएंगे हम भी वहीं पे. केरला जाएंगे. ഓ, എന്ത് ഭംഗിയാന്ന് നോക്കിയ ശിഖാരകൾ ഇങ്ങനെ ഒരുങ്ങിക്കിടക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റിയ കൊമ്പന്മാരെ പോലെ. നമ്മൾ ഇന്നലെ ജമ്മുവിലെ കത്രയിലുള്ള വൈഷ്ണവദേവ ടെമ്പിളും കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ ശ്രീനഗറിലേക്ക് പോണ യാത്ര ഉണ്ടോ. ചായ കുടിക്കാതെ ചായ നമ്മുടെ ടീ ടൈം. ജമ്മുവിലെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടോ അവിടുത്തെ ഒരു വണ്ടിയാണ്. ഇത് എനിക്ക് ടാറ്റയുടെ 407 ബോഡി കിട്ടിയതാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോ റോഡ്. ഞങ്ങളിപ്പോൾ ഖത്തറേന്ന് ഇപ്പോൾ ഈ വണ്ടി വന്നത് ഈ ഷോർട്ട് കട്ടിക്കടെ കയറി വന്നിട്ടോ. റോഡ് വഴിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹൈവേ കയറിയേക്കാണ്. ഇവിടെ നിന്ന് 200 കിലോമീറ്റർ 24 കിലോമീറ്റർ അപ്പോൾ അവിടേക്കുള്ള യാത്രയാണ്. നമ്മളിങ്ങനെ ഹൈവേ കൂടെ പോകുന്ന സമയത്തൊക്കെ പട്ടാളക്കാരുടെ കോൺവോയ് ഇങ്ങനെ എപ്പോഴും ഇതിൽ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അത് നോർമലായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ സംബന്ധിച്ച്. പക്ഷേ യുദ്ധസമയത്തൊക്കെ പ്രത്യേകിച്ച് ഇത്തരം അന്തരീക്ഷങ്ങളിലൊക്കെ അവിടെ കുറച്ചുകൂടി അലർട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ കൂടെയാണ്. കാരണം ഈ ഹൈവേ തന്നെയാണ് നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ പറന്നിറങ്ങണ റൺവേ ഒക്കെ നിർമ്മിച്ചിട്ടുള്ള ഹൈവേ ആണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണല് ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലുള്ള ആ ടണലൊക്കെ ഉള്ള ഹൈവേ ആണ്. ജമ്മു ഈ ശ്രീനഗറിലേക്കുള്ള വഴി, പ്രത്യേകിച്ച് ഉധംപൂർ എയർബേസൊക്കെ സ്ഥിതി ചെയ്യുന്നതും ഈ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അയൽ രാജ്യം അവകാശപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയി ഫോട്ടോ എടുക്കുകയും പട്ടാളക്കാരുടെ കൂടെയൊക്കെ നിന്ന് ഇത് ചെയ്യണതോടുകൂടി അവരുടെ എല്ലാ അവകാശവാദങ്ങളും പൊളിച്ചടക്കി കൊടുത്ത ആ ഒരു ഭാഗത്തൂടെ ഉണ്ടോ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉന്മാദം, ഒരു ഉന്മേഷം എനിക്കുണ്ട് എൻ്റെ യാത്രയിൽ. അടിപൊളി ഡ്രൈവ് ഉണ്ടോ. ഈ റൂട്ടൊക്കെ ഹൈവേ ഒക്കെ ഗംഭീരമായിട്ട് പണിതിട്ടാണ്. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടണലാണ്. ശ്യാമപ്രസാദ് മുഖർജിയുടെ പേരിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണല്. ഇത് 10 കിലോമീറ്റർ താഴെയാണ് ഇതിൻ്റെ ദൈർഘ്യം. ഇതേപോലെ തന്നെ ഒരു ടണല് നമ്മുടെ അടൽ ടണൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലെ മണാലിയിലുണ്ട്. സോനാമാർഗ് ടു തംബസ് ലഡാക്ക് പോണ റൂട്ട്. എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇതിന് സംഭവം നോക്കട്ടെ. സത്യം പറഞ്ഞ കിളി പോയി. എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇന്ത്യയുടെ ലോങ്ങസ്റ്റ് റോഡ് ടണലിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നത്. ശ്യാമപ്രസാദ് മുഖർജി ടണല് 9.28 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു ടണലിലേക്കിടെ വന്നിട്ട് കിളി പോയെന്ന് പറഞ്ഞാൽ കിളി പോയി. 2 വീലർമാർക്ക് ഹൈ റിസ്ക് ഉള്ളൊരു ടണലാട്ടോ. വലിയ വണ്ടികളിൽ പോകും. അത് ഇറക്ക ടണലാണ്. അതാണ് ഇതിൻ്റെ ഒറ്റ ടണലാണ്. 10 കിലോമീറ്റർ താഴെയുള്ളൊരു ലോങ് ടണല്. എൻ്റെ പൊന്നെ ഹെവി ഐറ്റം. നമ്മളങ്ങനെ പോകുന്നു നമ്മുടെ ശ്രീനഗറിലേക്കുള്ള ഹൈവേയിലാട്ടോ. ഇവിടെ അഡിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ചപ്പാത്തി കഴിച്ചിട്ടാണ് പാതി കഴിച്ചു. ഇനി ഒരു 140 കിലോമീറ്റർ ആയിട്ടുണ്ട്. അത്ര അകലേക്ക് പോകണം. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്.
പിന്നെ അപ്പുറത്തൊരു മലയുടെ മുകളിലൊരു ടെമ്പിളുണ്ട്. ഇങ്ങനെ കിടക്കാണ്ട വിശാലമായിട്ട് ഒരു പെട്ട റോഡത്. ഓക്കെ, ഞങ്ങൾ ചായ പിടിക്കാതിരിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ വന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നുണ്ട് ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുണ്ട്. അവിടെ എന്തൊരു വഴി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മനുഷ്യരെ അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ വില്ലേജുകളുണ്ട് കേട്ടോ. അതെ, ഞാൻ ചപ്പാത്തി രാജ്മയും രാജമ്മയാണ് നമുക്ക് നല്ലത് ദാലിനേക്കാളും. ടെമ്പിൾ ഉണ്ട് കേട്ടോ. ആ ഓക്കെ ബൈ, താങ്ക് യു. പിന്നെ രാജമ്മ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാം. കിളി പോയിട്ടോ, രണ്ട് ടണലും കയറി ഇത്തിരി എത്തിപ്പൊളിക്കും. നമ്മളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച കടയുണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങാണ്. ഇനി ഇവിടുന്ന് നേരെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഉധംപൂർ എയർബേസ് സ്ഥിതി ചെയ്യുന്ന ഏരിയ ഉള്ളത്. ഈ ഭാഗത്താണ് ഉധംപൂർ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടാള വണ്ടികളൊക്കെ കോൺവോയ് ആയിട്ട് വന്ന് എടുക്കുന്നത് ഇവിടുത്തെ ഡ്യൂട്ടി എക്സ്ചേഞ്ച് കണക്കാണ്. ഒരു വീക്കിലി അവർ ഡ്യൂട്ടി എക്സ്ചേഞ്ച് നടത്തും. അപ്പോൾ പട്ടാളക്കാരെ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇതൊരു പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സോൾജേഴ്സിൻ്റെ ഒരു സ്ഥിരമായിട്ട് ഒരു ആൾക്കാർ തന്നെ ഒരു ഭാഗത്ത് തന്നെ പ്രൊട്ടക്ഷനിലല്ല നിൽക്കുന്നത്. അവരിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നീക്കമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പട്ടാളക്കാർ ഒരു ഭാഗത്ത് സ്ഥിരമായിട്ടും അവരെ സ്വാധീനിക്കാനും മറ്റുള്ള പരിപാടികൾക്കൊക്കെ അറിയാലോ. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ ചെയ്താലും തീവ്രവാദികളുടെ ഈ സംഭവങ്ങൾ ഒരിക്കലും നിൽക്കില്ല. കാരണം പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ, പട്ടാളത്തിൽ തന്നെ കുറച്ച് പേര്, പിന്നെ രാഷ്ട്രീയക്കാർ, അങ്ങനെ എല്ലാവരും ഇവർക്ക് പൈസയുടെ പേരിലും പല രീതിയിലൊക്കെ ഹെൽപ്പുകൾ ഇവർക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ പൊളിക്കാനായിട്ട് ഉള്ള ഒരു പ്രാക്ടീസാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഇതിങ്ങനെ ഡ്യൂട്ടി ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഷഫിൾ ചെയ്ത് മാറി മറിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര സംഭവം കേട്ടോ. ഈ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടുപാടും പഹാടുകൾ, ഇങ്ങനെ പർവ്വതങ്ങൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ അറിയാലോ, ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരകളായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പർവ്വതങ്ങൾക്കൊക്കെ എല്ലാ വഴിക്കും പട്ടാളക്കാരട്ടോ. ഇവിടെയൊക്കെ പട്ടാളമാണ്. എല്ലാ വണ്ടികളും പരിശോധിച്ചൊക്കെ പറഞ്ഞാണ്. നമുക്കങ്ങനെ അധികം ചെക്കിങ് ഒന്നുമില്ല. ടൂറിസ്റ്റായത് നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടെ സൈഡൊക്കെ കെട്ടി തീരാണ്ടോ. അപ്പോൾ നമ്മളവിടെ ഇപ്പോൾ റോഡ് ഇടിയുക, മഴ വരുമ്പോൾ റോഡ് ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ഹൈവേ ഇടിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര പ്രശ്നങ്ങളാണ്. അതിന് ചില കാരണങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചില ആൾക്കാർ റീൽസ് അതൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെയും ചെയ്തിട്ട് തന്നെയാണ്. ഇത് പൊളിയും, ഇത് തകർന്നു വീഴും, പിന്നെയും കിട്ടും. ഇതൊക്കെ ഇവിടെ ജമ്മുവിലും ലഡാക്ക്, കാശ്മീർ, ഈ ഇങ്ങോട്ട് വന്നാൽ ഇത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളവിടെ ഒരു ഹൈവേ വേണത് നമ്മുടെ ശേഖരമായതുകൊണ്ടാണ്. ഭയങ്കര ദുർബലമായ മണ്ണാണ്, സർഫേസിൻ്റെ പ്രശ്നമാണ്, ഫ്രജൈൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലഡാക്കിലോ അല്ലെങ്കിൽ ജമ്മുവിലോ ഒന്നും ഒരിക്കലും നമുക്ക് ഒന്നും പണിയാൻ പറ്റില്ല. അതാണ് അതുപോലെ അത്രയ്ക്ക് ഫ്രജൈലായിട്ടുള്ള ഏരിയയാണ്. പക്ഷേ അവർ ചെയ്യും, ഇത് ഇടിഞ്ഞു പോകും, പിന്നെയും കിട്ടും, പിന്നെ ഇടിഞ്ഞു പോകും, പിന്നെയും കിട്ടും. അതാണ് പ്രാക്ടീസ്. അത് മനസ്സിലാവാത്തവരാണ് ഈ ഹൈവേ നിർമ്മാണത്തിനൊക്കെ കുറ്റം പറഞ്ഞും അഴിമതി അത് ഇതൊക്കെ ആരോപിച്ചുകൊണ്ട്. ഇത് ഇവിടെയൊക്കെ എന്നും ഇടിച്ചിലും പിടിച്ചിലൊക്കെ എന്നും ഉള്ളൊരു കാര്യമാണ്. അടുത്ത മണ്ണിടിച്ചിൽ ഈ ഹൈവേ ആരും ഇവിടെ ഉണ്ടാവണമെന്നില്ല. അതിന് പൊടി പിടിച്ച് ആരും വരാറില്ല. അവിടെ എന്നിട്ടൊരു ഗ്രാമമാണോ സ്കൂളാണോ എന്താണെന്ന് അറിയില്ല. പഹാഡ് കെ ബീച്ച് മേം ഓ താഴ്വരകൾ എല്ലാം ഇങ്ങനെ പുഴകളാൽ സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിയാട്ടോ ആ കാണുന്നത്. അവിടുന്ന് ഇങ്ങനെ എല്ലാ വണ്ടിയൊക്കെ വന്നെ വഴിക്കാണ് നമ്മൾക്ക് അവിടെ എത്തേണ്ടത്. അത് വണ്ടി പോകണണ്ട. ആ വണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എത്തണം. ഈ ഇതിൻ്റെ ഒരു വ്യൂ ഭയങ്കര ഹെവി ആയിട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. പക്ഷേ ഇവിടെ നിന്നല്ല വ്യൂ, കുറച്ച് താഴേന്നായിരുന്നു. അടിയിലൊക്കെ കണ്ട ഇവരൊക്കെ ഈ മഞ്ഞ് വീഴുമ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ? പിന്നെന്താ എനിക്കറിയില്ല അത് ഈ വഴി എങ്ങടാന്ന്. നമ്മുടെ ലഡാക്കൊക്കെ എത്രക്കാലം മുമ്പ് നമ്മുടെ കിളി പോയി തുടങ്ങി. വഴി കണ്ട് കിളി പോയവർ എന്ന് കേട്ടിട്ടോ. അവസ്ഥയാണ് എജ്ജാതി ഹൈവേ, എജ്ജാതി റോഡ്. നമ്മളിനി പോകേണ്ടത് ഏരിയ എങ്ങനെ കയറി നമ്മൾ അവിടെയൊക്കെ ചെല്ലണം. അതേക്കനെയൊക്കെ പോകണം. കയറി ഇവിടെയൊക്കെ വീടുകളുണ്ട് ആ സൈഡിലൊക്കെ. ഹെവി കേട്ടോ, ഹെവി റോഡാണ്. ഹെവി ഒരു രക്ഷയില്ലാത്ത നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പഹാടുകളാണ് കാണുന്നത്. പഹാഡ്. എനിക്ക് പെട്രോള് അവിടെ വരെ കിട്ടുന്നതായിരിക്കും. ഈ ഗ്രാമങ്ങളിലേക്കൊക്കെയുള്ള വഴി വലിയൊരു റിസ്ക് തന്നെ ഉണ്ടല്ലേ.
പക്ഷെ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുമ്പോഴേക്കും ഡിസംബർ ആവും. ഞങ്ങളങ്ങനെ വീണ്ടും യാത്ര തുടരാം കേട്ടോ. ഈ ജമ്മു ശരിക്കും പറഞ്ഞൊരു താഴ്വരയാണ്. കാശ്മീരിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജമ്മുവെങ്കിലും ശ്രീനഗറിലേക്ക് എത്താൻ വലിയൊരു മല കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താനായിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെക്റ്റിക് യാത്ര തന്നെയാണ് കേട്ടോ. അത് ഈ മലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവങ്ങളല്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെ കാണുന്ന മലയുടെയൊക്കെ സൈഡിലേക്കൊക്കെ റോഡുകൾ കാണുന്നത് നമ്മൾ പോകുന്ന വഴികൾ തന്നെയാണ്. ഇവിടെയൊക്കെ കണ്ടോ മണ്ണൊരു സൈഡ് ഇടിച്ചിട്ടാണ് ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് വരാവുന്ന സ്ഥലമാണ്. ഈ ഹിമാലയ പർവ്വതത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ആയതുകൊണ്ട് തന്നെ ഇതിന് ഉറപ്പില്ല. നമ്മുടെ ആര്യവല്ലി ഹിൽസോ സഖ്യപർവ്വതത്തിലെ കല്ലിൻ്റെ ബലവും കാര്യങ്ങളൊന്നും ഈ മലകൾക്കില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ കൂടെ ഈ കുഴമണ്ണില്ലേ, ആ മണ്ണിൻ്റെ കൂടെ കല്ലുകൾ മട്ടി കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ളൊരു സംഭവമാണ്. ഈ സംഭവത്തുമ്മ അധികം മരങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ വേര് പിടിച്ചിട്ടോ അതിന് ബലമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് താഴേക്ക് പോരാവുന്ന ഒരു അത്ര റിസ്ക് ആയിട്ടുള്ളൊരു വഴിയാണിത്. അപ്പോൾ ഈ റോഡ് പണിയുന്ന ഈ BRO ടീമുകളെയും ഈ റോഡ് ഇവരുടെ എടുക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഹെവിയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ടണലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദൂരവും കുറയും, അതുപോലെ തന്നെ ഈ ഹെയർ പിന്നുകളുടെ എണ്ണം കുറയും. ഇത്ര റിസ്ക് ഇപ്പോൾ ഈ ഹൈവേ ഒക്കെ പിന്നീട് ചിലപ്പോൾ യൂസ് ചെയ്യാൻ സാധ്യതയില്ല. അത് ടണൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിലായിരിക്കും വണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കിലോമീറ്റർ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് എത്തിയാൽ പറഞ്ഞാൽ നമ്മുടെ ശ്രീനഗറിൻ്റെ ഹൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പീഠഭൂമിയാണ്. ഈ ടണലുകൾ ഇങ്ങനെ ഒരു ടണൽ ഒരു മല കവർ ചെയ്ത് അടുത്തത് ഇപ്പോൾ തീരുമ്പോൾ നെക്സ്റ്റ് ടണൽ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ഇതിങ്ങനെ ഒരു ടണലിൽ നിന്ന് ഒരു മലയിൽ നിന്ന് ഒരു ടണൽ അങ്ങനെ പോണ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഈ അപ്രോച്ച് റോഡുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് കുറേ ഭാഗങ്ങളുണ്ട്. ഇതൊന്നും പണി പൂർത്തീകരിച്ചിട്ടല്ല, എന്നാലും കുറേ വണ്ടികളെ കടത്തി വിടുന്നുണ്ട്. നല്ല പട്ടാളത്തിൻ്റെ കോൺവോയ് വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് കയറി മുകളിലേക്ക് ചെന്നാൽ പിന്നെ പീഠഭൂമി, അതൊരു സമതല പ്രദേശത്തേക്ക് നമ്മൾ ചെല്ലണത്. അത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ശ്രീനഗറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പഹൽഗാം ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെയൊക്കെ ഒരു ഏരിയയാണ്. താഴ്വരകളേക്കാൾ കൂടുതൽ നമ്മുടെ സമതലമായിട്ടുള്ള പാടശേഖരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള റൂട്ടിലേക്കാണ് നമ്മൾ ഇനി മുകളിലേക്ക് ചെല്ലുന്നത്. അവിടെ എത്തണമെങ്കിൽ ഒരുപാട് സമയം ഡ്രൈവ് ചെയ്യണോട്ടോ ഈ റൂട്ടിൽ കൂടെ. റിസ്ക്കുള്ള റോഡെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഈ റോഡുകൾ തിരിച്ചു വിടുന്നതും അങ്ങോട്ട് മാറ്റിവിടുന്നതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സ്ഥലം ഇത് പ്രധാനപ്പെട്ട സ്ഥലമാണ്. വേറൊന്നല്ല, നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ എയർബേസ് പോലെ തന്നെയുള്ളൊരു സ്ഥലമാണിത്. കാരണം ഇവിടെയാണ് യുദ്ധവിമാനങ്ങൾ പ്രത്യേക സാഹചര്യത്തിലൊക്കെ പറന്നിറങ്ങും ഈ റോഡിലൂടെ. അപ്പോൾ ഈ റോഡ് നമുക്ക് നിലവിൽ തുറന്നു തന്നേക്കുന്നത് നോർമലി ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാനാണ്. പക്ഷേ ഒരു യുദ്ധകാല അടിസ്ഥാന സമയങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും അവർ ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്തിട്ട് ഇത് ഒരു എയർപോർട്ടായിട്ട്, ഒരു വ്യോമസേനയുടെ എയർബേസായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഹൈവേക്കടെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട്. ശരിക്കും പറഞ്ഞാൽ വിമാനം പോണ റൺവേക്കടെയാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടിരിക്കുന്നത്. Expenses, how much from Kerala? Kerala to Kashmir. Petrol or yes. Food. 35,000. 35. The bike going. Is this your friend? Yes. You both come? Kerala. Kochi. We have friend here, Kochi. What? Danny Becca he is doing stunts. Stunt. करना ही आता है. अब सीधा जो देख रहा हूँ. कहाँ जाना है? अभी श्रीनगर आके उसके बाद मिलान जाना उनका बारिश वक्त आओ हमारे पास बैठो, हमारे साथ आओ. घूमने आओगे? अभी नहीं. श्रीनगर आओ. हाँ आ दीजिए. अच्छा चलो निकलो. ओके ഇവന്മാർ കശ്മീരികളാണ് കേട്ടോ. ഇവിടെ സ്റ്റുഡൻസാണ്, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരാണ്. അപ്പോൾ ഇവരിവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേരാണ് കേട്ടോ. ഇവരുടെ നാടൊക്കെ കുറച്ചും കൂടി ഉള്ളേരിയയിലെ ഗാവുകളിലൊക്കെയാണ്
ഇവിടെ പാമ്പോർ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഉള്ളേരിയയിൽ കുറേ ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്ന് തന്നെ പിള്ളേരാട്ടാ ഇവന്മാർ ഇവിടെ ത്രിബിളും അതൊക്കെ വെച്ചിട്ട് ആണ് യാത്രയൊക്കെ. അതും 17 വേണ്ടിയിരിക്കണം, ലൈസൻസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവർക്ക്. പക്ഷേ ഇവരിവിടെ ഭയങ്കര ഫ്രീഡം അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പട്ടാളക്കാർ അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട ആൾക്കാർ കാരണം ചോദിക്കുന്നത് പോലീസുകാരായാലും ഇവിടെ അങ്ങനെ അവർക്ക് മിലിറ്ററിക്കുള്ള കൂടുതൽ ഇത്. പക്ഷേ മിലിറ്ററി ഈ ലോക്കൽസിനെയോ അതിനോ അധികം ഇത് ചെയ്യില്ല. അതിൻ്റെ ഒരു ഓവർ ഫ്രീഡം എന്ന് പറയില്ലേ, അത് അവരനുഭവിച്ചാണ് വെല്ലുവിളിച്ചിങ്ങനെ അവർ നടക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചാണ് നമ്മൾ ഇവരോട് സംസാരിച്ചേക്കേണ്ട. പക്ഷെ ഇവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് പെരുമാറിയത്. डेली जाके आते हैं, डेली जाके आते हैं। डेली तो वहाँ पर हॉस्टल है, घर किधर है? घर हमारा, हाँ हमारा घर ये पर दुकान है। At the right design deliver. This one? Ah yes yes. Thank you. Okay. चलो जा. होया ना? क्या आने के टाइम मैसेज करो. क्या जा रहे वो आप वो वाला जनवरी में वो है ना वो इंस्टाग्राम है, इंस्टाग्राम भी है, उस पर मैसेज करो, इंस्टाग्राम मैसेज करो, कैरल में मिलूंगा. फेसबुक पे भी है. हाँ लग ऑल इन हियर. हाँ यस यस फॉलो करो. मैं इसमें मैसेज करो आने के टाइम क्या मिलूंगा. आओ अच्छा प्लेस है उधर घूमना करते हैं. भैया पोस्ट करो ना सब लोग करो. ഓക്കെ. കാര്യം വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സെൽഫി ഒക്കെ എടുത്ത് അതുപോലെ തന്നെ കേരളത്തിലേക്ക് ക്ഷണിച്ച് അവർ വരാൻ തയ്യാറായെന്ന് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിരിഞ്ഞെങ്കിലും സത്യത്തിൽ പകച്ചും പേടിച്ചും തന്നെയായിട്ട് അവരോട് സംസാരിച്ചത്. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞില്ലേ മിലിറ്ററിനെ അവരൊന്നും ഒരു പേടിയില്ല, ഒരു ആരും വക വയ്ക്കാത്ത പിള്ളേരാണ്. പിന്നെ ഇവരൊക്കെ ആരെന്താണെന്ന് നമുക്കറിയില്ല. ജസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ പരിചയപ്പെടുന്നതാണ്. നമ്മളൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നത് വളരെ നോർമൽ അല്ലെങ്കിൽ വളരെ കൂളായിട്ട് അത്രയും ഫ്രീഡത്തോടു കൂടിയാണ്. പക്ഷേ ഇത് പിന്നീടൊക്കെ ഒരു പുലിവാലാവില്ല എന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം ഇവർ നമ്മളെ യൂസ് ചെയ്താൽ പോയി, നമ്മുടെ ലൈഫ് തന്നെ പോകും. ഇവർ നല്ല കുട്ടികളാണോ ചീത്ത കുട്ടികളാണോ എന്നുള്ളതല്ല നമുക്കറിയില്ല, ആരും അറിയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഇടപെടുക ശ്രമിച്ചത് കേട്ടോ, പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ആളുകളോട്. അത് അവരുടെ കുറ്റം കൊണ്ടല്ല, ആ നാടിൻ്റെ ഒരു പ്രത്യേകതയും ആ ഒരു ഇതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ പട്ടാളക്കാരുണ്ട് കേട്ടോ, ഈ റൂട്ടിലൊക്കെ പട്ടാളക്കാരുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തടഞ്ഞു നിർത്തും. നമ്മുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് കോൺവോയ് ആയിട്ട് പോണ പട്ടാള വണ്ടികളെ കടത്തി വിടും. അല്ലാണ്ട് സാധാരണക്കാരും പട്ടാള വണ്ടികൾ ഒരുമിച്ച് പോകുന്നൊരു രീതിയല്ല. ഇവിടേക്ക് വന്നപ്പോൾ കണ്ട സമതല പ്രദേശമായി ചുറ്റും പാടശേഖരങ്ങളായിട്ട് കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെയാണ്. ഇവിടെ ഈ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഇവിടെ നിന്നുള്ള ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ പഹൽഗാമിൻ്റെ ഭാഗത്തേക്കും ഇവിടെ നിന്നാണ് പോകുന്നത്. അതുപോലെ പുൽവാമ പോലുള്ള ഭാഗത്തേക്കും ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ് നമ്മളെ. ഇപ്പോൾ കോൺവോയ് പട്ടാളക്കാരുടെ വണ്ടി ഇപ്പോൾ ഇതിനെ കടന്നു പോകും. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ നിർത്തിയേക്കണം കേട്ടോ. ഇനി ഇത് ചിലപ്പോൾ 10-15 മിനിറ്റോ നേരമൊക്കെ തന്നെ നമ്മൾ തടഞ്ഞു വയ്ക്കും. അതിനുശേഷം നമ്മൾ കടത്തി വിടുള്ളൂ. ഇപ്പോൾ കോൺവോയ് വണ്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, മിലിറ്ററി വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം മാത്രമേ നമ്മൾ ഇവിടുന്ന് തുടർന്ന് യാത്ര ചെയ്യാനായിട്ട് അനുവദിക്കുള്ളൂ. അങ്ങനെ നമ്മൾ കാശ്മീർ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കാശ്മീർ നമ്മുടെ ഒരു മുതൽ CRPF ഒരു മുതലെടുക്കണുണ്ടോ എന്നാ ഒരു പ്രൗഢിയാന്ന് നോക്കിയവന്. ഇങ്ങനെ കിടക്കുക. അങ്ങനെ നോക്കുമ്പോഴാണ് കൊയ്ത് കഴിഞ്ഞ പാടം. അപ്പോൾ അതായത് ഇവിടെ കൊയ്ത്തുകാലം കഴിഞ്ഞു. ഇവിടെ കറ്റിയൊക്കെ കൊയ്ത് വെച്ചിട്ടുണ്ടോ. ഇത് വെറും കച്ചിയെന്ന് തോന്നുന്നല്ലേ. അതിൻ്റെ നെല്ലും പതിരൊക്കെ തിരിച്ച് കച്ചിയാണത്. അപ്പോൾ അവിടുത്തെ ഗ്രാമം ഉണ്ടേക്കാണ്. ഗ്രാമങ്ങൾ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, സ്ഥലങ്ങൾ, വഴികൾ, പാടങ്ങൾ. നമ്മളിപ്പോൾ വന്ന ഒരു വലിയൊരു മല നിരകളുണ്ടല്ലോ, ആ താഴ്വര കയറി മുകളിൽ വന്ന് ഇതുപോലെ വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളാണ്. അതായത് വളരെ പീഠഭൂമി പോലെ വളരെ ഫ്ലാറ്റായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടത്. അടിപൊളി കേട്ടോ, അടിപൊളി. കേരള കൊച്ചി എറണാകുളം घूमने का उधर. Yes, my friends are in Calicut. I know. Pudvalli. No.
उधर का फ्रेंड्स है? Yes. ओके, आप इधर का Biker. बाइकर? Yes. ग्रेट। और बड़ीज I'm going for an all-India trip next month. नेक्स्ट मंथ गोते चलते आओ बुलेट में ओल्ड मॉडल। You know this guy? दिखा दो। ओ श्रीनाथ मासी। You know this guy? इसमें दिखा दो, इसमें दिखा दो। ओ श्रीनाथ मासी ना फ्रेंड तो आड़। आपका नाम क्या है? Sharik. शारिक। ओ श्रीनाथ मासी कैसे मिलते हैं? This is Porsche Kochi. ओ Porsche showroom. I will show you. पोर्शे शोरूम। Look there. ओहो, आपका है पोर्शे है क्या? Huh? आपका पोर्शे है? No, this is Kumbalangi. ओह कुंबलंगी, ओके। I will Okay. show you much. आप उधर सब लोग में जगह में आता था? Yes, yes. This is Kochi city. या These are my friends from Kerala. ओहो हो, गुड। This is my friends home in Kodwari, Kozhikode. कोड़ी सुपर, कोड़ी बीच सब अच्छा है। ओके, All-India trip. और अभी श्रीनगर, उसके बाद कर सकते हैं तो वो लद्दाख तक जाना। लद्दाख कैसे? अभी Back. खुला है। अभी फुल केरला से आएगी, दिल्ली से केरला फुल बाइक दोनों बाइक। और कैसे है वो आदमी? यामाहा ट्रैक्टर्स, वो एडवेंचर बाइक। अच्छा, अब मिलने से अच्छा हुआ। इधर का वो पहाड़ है ना, ओके। You just tell something in Kerala, like I know. या Malayalam. मलयालम। In Malayalam, I know all their words. Kerala, you know Kundi Kanta. ആ, അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിനെ ഇവിടെ കണ്ടു. ശ്രീനാഥ് മാസിയുടെ ഫ്രണ്ടാണ് ആള്. അപ്പോൾ ആളെ നമ്മളിവിടെ കണ്ട്, അപ്പോൾ പുള്ളി നമ്മുടെ വീഡിയോ എടുക്കണ്ട, പുള്ളിക്ക് സ്റ്റോറി ഇടാനാണ് പറഞ്ഞത്. എന്തായാലും എത്ര തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഈ വഴിക്ക് പരിചയപ്പെടുന്നത്. അടിപൊളിയായിട്ട് എന്തായാലും കൊള്ളാം. കൊച്ചി, കേരള, എറണാകുളം ആൻഡ് പത്തനംതിട്ട. Palakkad. Okay, bro. ആ, ഓക്കെ, താങ്ക് യു. I know Kerala people are. We are also from Kerala. Thank you. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് വൈകുന്നേരത്തിന് മുമ്പ് കാശ്മീർ എത്തിയിട്ടോ ശ്രീനഗറിലേക്ക് എൻ്റർ ആവാണ് നമ്മൾ. ഇനിയിപ്പോൾ ശ്രീനഗർ ടൗണിലേക്ക് കുറേ ദൂരമുണ്ട്. ഇവിടെയൊക്കെ പട്ടാളക്കാരുടെ ബങ്കറുകളും കാര്യങ്ങളൊക്കെ, ഒരുപാട് ഓഫീസുകൾ, മെയിൻ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഈ സിറ്റിയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പോകുന്നത്, ഈ കാണുന്ന വെള്ളമൊക്കെ നേരെ ചെല്ലുന്നത് മറ്റേ ദാൽ തടാകത്തിലേക്കാണ്. അവിടെ ചെന്നാലാണ് നമ്മുടെ ശിക്കാര വെള്ളങ്ങളുടെയും സംഭവങ്ങളുടെയൊക്കെ കാഴ്ചകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ദാൽ തടാകത്തിൻ്റെ തീരത്തുണ്ടോ താമസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ റൂം എടുക്കാനായിട്ട് ആണ് നമ്മൾ പോകുന്നത്. നമ്മൾ 1-2 പേരെ കോൺടാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിചയക്കാരെ ആയിട്ടുള്ള മലയാളികളൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഭയങ്കര റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് പോയി അവിടെ പോയി അന്വേഷിക്കാമെന്ന് വിചാരിച്ചിട്ടു. ഒരുപാട് ഷെയറിങ് റൂമുകളും അതുപോലെ തന്നെ ഡോർമെറ്ററി ടൈപ്പ് ചെറിയ ടെൻറ്റ്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു താമസ സ്ഥലം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പട്ടാള വണ്ടികൾ ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോൾ ഒക്കെ നമുക്ക് വണ്ടി നിർത്തി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വണ്ടികളെല്ലാം സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അത് പട്ടാള വണ്ടീനെ ഫോളോ ചെയ്യാൻ പാടില്ല, അത്ര രീതിയിലാണ്. ഇപ്പോൾ ഈ വണ്ടികളൊക്കെ പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ വണ്ടി കടത്തി വിടുള്ളൂ. അങ്ങനത്തെ സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മളെ തടഞ്ഞു വയ്ക്കാം. അപ്പോൾ അതിനൊക്കെ വിധേയരായിട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഇവരുടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആദ്യം പോകുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ പട്ടാള റെജിമെൻറ്റുകളാണ് 2 സൈഡും. ഇപ്പോൾ ഈ സൈഡിലേക്കും പട്ടാളത്തിൻ്റെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ടോ, ആ സൈഡും പട്ടാളത്തിൻ്റെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലൂടെയാണ് ഈ ഹൈവേ, ഈ ശ്രീനഗറിലേക്കുള്ള ഹൈവേ പോകുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ യൂസ്ഡായി, പട്ടാളക്കാരോടും കാര്യങ്ങളോടൊക്കെ. പണ്ട് കാലത്ത് അറിയാലോ, പണ്ട് കാലത്ത് ജമ്മു കാശ്മീരിൻ്റെ അവസ്ഥ അറിയാലോ. പട്ടാളം ശരിക്കും അവർക്കൊരു എതിരാളികളെ പോലെയാണ് ജനം പെരുമാറിയിടുന്നത്. പക്ഷേ ഇപ്പം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടാണ് ആളുകൾ അവരെ കാണുന്നതും അവരുടെ പ്രൊട്ടക്ഷനിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നുള്ള ആ ഒരു ബഹുമാനമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ബിരിയാണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ കശ്മീരി ബിരിയാണി. ഇത് ഏതാണ്ട് നമ്മുടെ അതുപോലെ തന്നെ ഇരിക്കണം. നോട്ടെ, കഴിച്ചോട്ടെ. കൊള്ളാട്ടോ ബിരിയാണിയോളം. നല്ല ഫ്രൈഡ് ഒരു ചെറിയ ചിക്കൻ ലെഗും റൈസും 120 രൂപ ഹാഫ് ബിരിയാണി.
നീ പോയിട്ട് വാ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എൻജോയ് ചെയ്തോ. സാഗർ സെൻറ്റർ ആയിരിക്കുമല്ലോ, എന്നല്ലേ അതൊന്നും ടിക്കറ്റിന് പോയി നോക്കാമല്ലേ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ ദാൽ തടാകത്തിൻ്റെ തീരത്തേക്ക് വന്നേക്കാട്ടോ. നമ്മൾ ഒരു ഹോട്ടലിൻ്റെ ഒരു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഘാട്ട് നമ്പർ 9, അതായത് ഈ ഘാട്ട് എന്ന് പറയുന്നത് കടവ് എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഈ ദാൽ തടാകത്തിൻ്റെ കടവുകൾക്ക് 1 മുതൽ 14 വരെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9ാമത്തെ കടവിൻ്റെ തീരത്താണ് നമുക്ക് ഹോട്ടൽ റൂം കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടേക്ക് പോവാണ്. നമുക്ക് വളരെ റീസണബിൾ റേറ്റിൽ നമുക്ക് 1000 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഒരു റൂം സെറ്റ് അയക്കുന്നത്. റൂം കുഴപ്പമില്ല, ഹീറ്റർ ചൂടാവാൻ നല്ല സമയം എടുക്കുന്നുണ്ടെന്ന് മാത്രം. ഞാനൊരു കുളി വിളിച്ചു, പക്ഷേ ചെറിയ ഇത്ര ദിവസം കുളിച്ച് അത്രയും ചൂടൊന്നും കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് ചെറിയ തണുപ്പിട്ട് ഇവിടെ. അപ്പം എൻ്റെ കുളി കഴിഞ്ഞ് ഇരിക്കാൻ ജിതിൻ വെള്ളം ചൂടാവാൻ വെയിറ്റ് ചെയ്യണം. അത്രയും കുറവുള്ളൂ. 1000 രൂപയ്ക്ക് തിരക്കില്ല. ഇവിടുന്ന് 9ാമത്തെ ഗേറ്റ്, അത് ഘാട്ട് നമ്പർ 9 ആണ് തോന്നുന്നു. ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ട് ആ തെരുവിൽ തന്നെയാണ്. കുഴപ്പമില്ല. ഞങ്ങളങ്ങനെ ദാൽ ലേക്കിടെ ഒരു നൈറ്റ് സഫാരി നടത്തുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളെ കണ്ടിട്ട് ലോക്കൽസ് ആയിട്ട് अभी नहीं सुबह में बंद है, सुबह रेस नहीं। सुबह रेस है ना, रेस वही वॉक है, सुबह बंद रहेगा इधर पूरा दिन। हाँ, सुबह से 6 से 9 बजे तक उधर नहीं है, इधर बंद रहेगा ना पूरा। कहाँ रहेगा? क्यों? रेस है ना कल, रेस है तो वॉकिंग रेस है। वॉकिंग रेस है इधर। फिल्म स्टार आता है, वो भी सब आएगा ना कल। ओ टिकट का 25,000 रुपये है। वो क्या है? 25 लाख है। हाँ। फिल्म कौन सा फिल्म स्टार आता है? पता नहीं कौन सा आएगा, 5 आएगा कल। कितना बजे में? सुबह आएगा। सुबह 25,000 है, 20,000 है, 18,000 है। ओके, हमारे को सुबह इधर से राइड हो सकता है ना, शिकारा राइड कर सकते हैं ना 5-6 बजे में? सुबह 6 वो होता है मार्केट। हाँ, मार्केट 40 मार्केट जाने के लिए वो सवेरे आने पड़ेगा, सवेरे 5:30 5:30 हाँ 5:30 हाँ हो वो टाइम में आते हैं। वो टाइम उसमें फिर ये लेना पड़ता है ना, शिकारा बुकिंग तो उसमें एडवांस देना पड़ता है। एडवांस हाँ। ओके कर दूँगा। एडवांस देना पड़ता है। शिकारा चलाता है मॉर्निंग में शिकारा। ओके थैंक यू। फोन नंबर ले लो, अगर जाना है तो इधर है शिकारा। हो हमारा होटल में है, उधर है उधर मरजान। अगर लेना है शिकारा तो इधर चल देगा शिकारा। ओके देखते हैं सुबह नहीं आएगा ഓക്കെ ഓക്കെ ബൈ. നാളെ ഇവിടെ റേസിംഗ് ആണ്. ഇവിടെ എന്താ റേസ് നടക്കുന്ന എന്തോ ഫിലിം സ്റ്റാർസൊക്കെ വരുന്നു ഇവിടെ. ശിക്കാരകൾ കിടക്കുന്നുണ്ട്. ഇങ്ങനെ ശിക്കാരകൾ ഒരുക്കി കിടക്കണുണ്ടോ, റെഡി ആയിട്ടിരിക്കാം കേട്ടോ. ശിക്കാരകൾ അങ്ങനെ റൈഡിന് വേണ്ടി റെഡി ആയിട്ട് കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ വെറുതെ ഇതൊക്കെ കത്ത് തണുപ്പത്ത് തണുത്ത് വെച്ച് കിടക്കുകയാണ്. ആ ഹാടി പോയി. सर सुबह शिकारा मिलता है क्या? सुबह 8 बजे वो 40 मार्केट जा सकते हैं क्या? 8 बजे में 6 बजे में आते सकते हैं 5:30 में? 6 बजे नहीं खुला है, 8 बजे खुला है ना। 8 बजे को ओके. कितना है इसको पैसे? सर कितना घुमाएगा? आधा घंटा के 1 घंटा? 1 घंटा 500 ओके. हमारे को 40 मार्केट तक जा सकते हैं? ओके ओके ओके. अभी है तो वो सन नहीं है ना सन है तो अच्छा है, सन नहीं है ना. सुबह तो सनराइज होता है, वो देख सकते हैं. वो 5 बजे में नहीं आ सकते, 7 o'clock में आ सकते हैं क्या? 8-9 बजे हो गए ना, 9 बजे खुला हो गई ना. ओके 8 बजे में आते. ഇതല്ല ഫ്ലോട്ടി മാർക്കറ്റ്. ഇത് നമ്മളെ താമസിക്കാൻ കൊണ്ടുപോകാൻ ഇരുന്ന സ്ഥലമാണ്. നമ്മളെ റൂം കാണിച്ചാലൊന്നും കാണിക്കാൻ വണ്ടി വല്ലയിടത്ത് വെച്ചിട്ട് പുള്ളി മലയാളിയായിട്ട് കളക്ഷൻ ചെയ്ത് പുള്ളിക്ക്. ഓ കൊടുക്കുന്ന ബ്ലോക്ക് ആയില്ല. ഈ വണ്ടിക്കാരൻ നിർത്തിയത് ഇവിടുത്തെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നുണ്ടോ. ഇവിടെ ശിക്കാരിൽ വന്ന ടീം മാറ്റു. അപ്പോൾ ഒരു വണ്ടി വെച്ചിട്ട് ഈ ഒറ്റ ഒരു വണ്ടി ഇവിടെ നിന്ന് ഈ കാണിക്കണ അഭ്യാസത്തിൻ്റെയാണ് ഈ കംപ്ലീറ്റ് ബ്ലോക്ക് ഇവിടെ. പക്ഷേ അവൻ്റെ ലോക്കലാവാനുള്ള ചാൻസ് അവൻ്റെ കുണ്ണാൻ വേണം. അവൻ ആനങ്ങി കൊടുക്കലാണ്. ഈ വക ആൾക്കാരാണ് നമ്മുടെ കൾച്ചർ നശിപ്പിക്കുന്നത്. നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, ഇവിടെ വരുമ്പോൾ ആളുകൾ വെളുത്ത് പോകണമെന്ന് പറയല്ലേ. എത്ര നീളത്തിലാണ് നമ്മൾ ഈ ട്രാഫിക് ഇവിടെ ഉള്ളത്. ഈ വണ്ടി ഇരിക്കാൻ അവിടെ ട്രാഫിക്കേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ചില കൂളകളുടെ സ്വഭാവം. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നല്ല ആക്റ്റീവാണ്.
ഒരുപാട് ശിക്കാരങ്ങളുള്ളതുകൊണ്ട് വലിയ അണുക്കില്ലാത്തതാണ്. പക്ഷേ ഈ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഇഷ്ടംമാതിരി ബോട്ടിങ് നടക്കുന്നുണ്ട് കേട്ടോ. ഓ എന്ത് ഭംഗിയാന്ന് നോക്കിയ ശിക്കാരകളിങ്ങനെ ഒരുങ്ങിക്കിടക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് തിടമ്പേറ്റിയ കൊമ്പന്മാരെ പോലെ നമ്മുടെ ശിക്കാര വെള്ളങ്ങൾ ഇങ്ങനെ കിടക്കണ കിടപ്പ് കണ്ടോ. എന്താ മതി, എന്താ രസം, അടിപൊളി. അകലേക്കണ്ട. അങ്ങനെ ശ്രീനഗറിലേക്കുള്ള നൈറ്റ് വാക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ ഹോട്ടലിലേക്ക് ഒരു ഫുഡ് കഴിക്കാമാണ്. നാളെ ഇപ്പം നമ്മൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് ഗുൽമാർഗ് പോകും. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കശ്മീർ താഴ്വരകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ ഗുൽമാർഗ് ഭാഗത്താണ്. അവിടേക്കാണ് നമ്മുടെ നാളത്തെ യാത്ര.